ഇത് ഞങ്ങളുടെ മകൾ കുഞ്ഞാറ്റ. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ മുഖം പരിചയം കാണും. എന്റെ കുഞ്ഞാറ്റയെ കാണാൻ രസമില്ലാന്ന് പ്രശസ്ത സിനിമാ താരം ഐശ്വര്യ റായിയുടെ ഉമ്മ ഒരു കമന്റ് ഇട്ടു. താങ്കളുടെ മകൾ ഐശ്വര്യയേക്കാൾ ഭംഗിയില്ലെങ്കിലും ദൈവം അനുഗ്രഹിച്ച് എന്റെ കുഞ്ഞിന് നല്ലൊരു മുഖവും യഥാസ്ഥാനത്തും കണ്ണും മൂക്കും വായും പ്രവർത്തന സജ്ജമായ പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം നൽകിയിട്ടുണ്ട്. ദൈവത്തിന് നന്ദി. ഭംഗി എന്നതിലുപരി ഒരു മനുഷ്യന് ചിലതൊക്കെ ആവശ്യമാണ്. കുഞ്ഞായിരുന്നിട്ട് പോലും ചില കാര്യങ്ങളിൽ ഇവളുടെ ദയയും സഹാനുഭൂതിയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ 6 വയസ്സിലെ ഇവളുടെ നേട്ടങ്ങളൊന്നും എനിക്കെൻ്റെ 6 വയസ്സിലുണ്ടായിരുന്നില്ല. പുറത്തോട്ടിറങ്ങുമ്പോൾ കുഞ്ഞാറ്റയല്ലേന്ന് ചോദിച്ച് സെൽഫി എടുക്കാൻ വരുന്നവരുടെ എണ്ണവും ഒട്ടും കുറവല്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും പുറത്തു പോകുമ്പോൾ കുഞ്ഞാറ്റ എവിടെയെന്ന് അന്വേഷിക്കുന്നവരും ഒരുപാടുണ്ട്. 19 ലക്ഷം മുതൽ 1 കോടി വരെ കാഴ്ചക്കാരെ കിട്ടിയിട്ടുള്ള അവളുടെ വീഡിയോകൾക്കിടയിൽ സ്നേഹം അറിയിച്ചുകൊണ്ട് വരുന്ന അമ്മമാരും ഉമ്മമാരും ധാരാളമുണ്ട്. നേരിൽ കണ്ടില്ലെങ്കിലും പരിചയമില്ലെങ്കിലും കുഞ്ഞാറ്റയെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, കുഞ്ഞാറ്റയെ ഞങ്ങൾക്ക് തരുമോ എന്നെല്ലാം ചോദിച്ചുള്ള സ്നേഹം നിറഞ്ഞുള്ള കമന്റുകൾ കാണുമ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് വിഷമം വരാറുണ്ട്. ഇതിലെല്ലാം ഉപരി ഇവളുടെ ഫോട്ടോ അവൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഇടയിൽ വന്ന് കണ്ടപ്പോൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ വലിയ അഭിമാനമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടി. പഠന രംഗത്തും പാഠ്യേതര രംഗത്തും എല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങളുടെ കുഞ്ഞിനെ ആവാറുണ്ട്. ഇതെല്ലാം ഈ ചെറുപ്രായത്തിനുള്ളിൽ ദൈവം ഞങ്ങളുടെ കുഞ്ഞിനെ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതാണ്. രക്ഷിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്കതെല്ലാം ധാരാളമാണ്. ഏതൊരു കുഞ്ഞോ മുതിർന്ന ആളോ അല്പം ഭംഗി കുറവാണെങ്കിൽ അത് അവരോട് പറയാതിരിക്കുക. അല്ലെങ്കിൽ എന്താണ് ഈ ഭംഗി? ഒരു ചൂടുവെള്ളത്തിനോ അസുഖത്തിനോ മായ്ച്ചു കളയാവുന്നതാണ് ഈ ബാഹ്യ സൗന്ദര്യം. യഥാർത്ഥ സൗന്ദര്യം വേണ്ടത് മനുഷ്യന്റെ മനസ്സിനാണ്. ദൈവം നോക്കുന്നത് മനുഷ്യന്റെ മനസ്സിലേക്കാണെന്ന് ഈ പരിശുദ്ധ മാസത്തിൽ ഉമ്മയെ ഞാൻ അറിയിക്കുന്നു. ത്രിപുര സുന്ദരികളുടെ കൂട്ടത്തിൽ പെടുന്ന നിങ്ങൾ ഇനിയെങ്കിലും മുഖസൗന്ദര്യത്തോടൊപ്പം മനസ്സിന്റെ സൗന്ദര്യം കൂടി ശ്രദ്ധിക്കണം.